ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഒരു ബാറ്ററി വാറണ്ടിയുമായി ബന്ധപ്പെട്ട് വാറണ്ടിക്ക് അയക്കാൻ വേണ്ടി വന്നതിനാണ്. നമുക്ക് 12 വോൾട്ട് 6 ആമ്പിയറുള്ള ബാറ്ററി. അപ്പോൾ അതിൻ്റെ ബാറ്ററി നമ്പർ നോക്കുമ്പോൾ 44 54 27 അതിൻ്റെ ബാറ്ററിയുടെ നമ്പർ വരാം. കറക്റ്റ് നമ്പർ ഇതിനകത്ത് നോക്കുമ്പോൾ 44 54 27 തന്നെയാണ്. അപ്പോൾ നമുക്കത് വണ്ടി വരുന്ന സമയത്ത് തീരെ ചാർജ് കുറവായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഫസ്റ്റ് ചെക്കപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് ശേഷമാണ് നമുക്ക് വാറണ്ടിക്ക് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ ഉണ്ട്. 13.17 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് കപ്പാസിറ്റി കാണിക്കുന്നുണ്ട് ബാറ്ററിക്ക്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്ത് ഓക്കെ ആയിട്ടാണ് കാണിക്കണം ബാറ്ററി. അതായത് നിലവിൽ ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ബാറ്ററി വാറണ്ടിയിലേക്ക് അയച്ചാൽ അതേപോലെ തന്നെ തിരിച്ചു വരുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും കംപ്ലൈൻറ്റ് ഇല്ലാത്തൊരു ബാറ്ററി നമുക്ക് മാറ്റി കിട്ടാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് മിക്കവാറും വണ്ടിയുടെ അതായത് വണ്ടിമേന്ന് ഇതിനകത്തേക്ക് റീചാർജ് കയറുന്ന ആ ടോപ്പപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ബാറ്ററി ഡിസ്ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വയറിങ്ങിനകത്തും എർത്തിങ്ങോ അതായത് നമ്മൾ താക്കോൽ ഓഫായിരിക്കുന്ന സമയത്ത് പോലും ചാർജ് ഉപയോഗിക്കുന്ന എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രോബ്ലം ബാറ്ററി ഡിസ്ചാർജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ബാറ്ററി വണ്ടിമേന്ന് കയറുന്ന അളവ് 14.5 വോൾട്ടോളം വന്നിട്ടുണ്ടോ നോക്കാം. 14 വോൾട്ടിൻ്റെ മുകളിലേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 14 വോൾട്ടിന് മുകളിലേക്ക് ബാറ്ററി വണ്ടിമേന്ന് കയറുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തണം വണ്ടി സ്റ്റാർട്ടിങ്ങിൽ. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ കണ്ടീഷനാണ് മോശം. അപ്പോൾ ഈ ബാറ്ററി നമുക്ക് വാറണ്ടിക്ക് വിടാനായിട്ട് സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ബാറ്ററി ഓക്കെയാണ്. അപ്പോൾ അയച്ചാലും അതേപോലെ തന്നെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുത്ത് മാറ്റി മേടിക്കാം. ഇതിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ആയിട്ടല്ല കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫങ്ഷൻസും കൂടി കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും റിപ്പീറ്റ് പ്രോബ്ലംസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമെന്ന് മാത്രം. പക്ഷേ ഓൾറെഡി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് കാണിക്കുന്ന ബാറ്ററി സാധാരണ അയച്ചാലും ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള മെഷീനറീസ് വെച്ചിട്ടാണ് അവർ നോക്കാം, കമ്പനിയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ മൈന്യൂട്ടായിട്ടുള്ള ഇതുണ്ടെങ്കിൽ പോലും അതിനകത്ത് കാണേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അയച്ചാൽ സാധാരണ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ വണ്ടിയുടെ കേസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ.